Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുടലിലെ ബാക്ടീരിയയും ഫംഗസും കൊണ്ടാണ് നമ്മൾ താരൻ വരുന്നത് എന്നുള്ളത് ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനാണ് പറഞ്ഞത് ഈ കുടലിലെ ബാക്ടീരിയകളും ഫംഗസും ഒക്കെയാണ് നമ്മുടെ സ്കിൻ പ്രശ്നം ഉണ്ടാക്കുന്നത്, എസ്പെഷ്യലി താരനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു പുതിയൊരു സയൻസാണ്, പുതിയൊരു രീതിയാണെന്ന് പറഞ്ഞു വെച്ച് പല ആളുകൾക്കത് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് കുടലിലെ പ്രശ്നം എങ്ങനെയാണ് താരൻ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ വന്നു. അതെങ്ങനെയാണ് താരന് എണ്ണ ഇടുമ്പോഴാണല്ലോ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഷാമ്പു തേക്കുമ്പോഴാണോ പോകുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആകുന്ന സമയത്ത് താരന് ബുദ്ധിമുട്ട് കുറയാറുണ്ട്, സ്കിന്നിലെ ചൊറിച്ചിൽ കുറയാറുണ്ട്, പാടുകൾ കുറയാറുണ്ട്, സോറിയാസിസ് പ്രശ്നങ്ങൾ കുറയാറുണ്ട്. ഇങ്ങനെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറേ കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ചികിത്സിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സത്യം മനസ്സിലായത്. അങ്ങനെ വന്നപ്പോൾ കാരണം പണ്ട് ആയുർവേദത്തിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഭൂരിഭാഗം രോഗങ്ങളുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് കുടൽ അല്ലെങ്കിൽ ആമാശയമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഈ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചേച്ച്, കാരണം ഇവിടെ പഠിച്ചത് വെച്ച് മാത്രം ചെയ്തുകൊണ്ടിരുന്നു വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നില്ല. അപ്പോഴാണ് ആലോചിച്ചത്, വയറ്റിലെ പ്രശ്നം മാറുമ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ താരം കുറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ എന്ത് പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വന്നത്. അപ്പം ഈ റിസർച്ചുകൾ ഫോക്കസ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സത്യം മനസ്സിലായത്. കുടലിലെ ഓരോ ബാക്ടീരിയകൾക്കും, ഓരോ ഫംഗസിനും, ഓരോ വിരയ്ക്കുമൊക്കെ നമ്മുടെ ചിന്തയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷനെയും നമ്മുടെ ഗോളിനെയും നമ്മുടെ സ്വഭാവ രീതികളെ എല്ലാത്തിനെയും മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുടലിലെ ഫംഗസ് നമ്മുടെ താരൻ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്? എസ്പെഷ്യലി താരനാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ്. എപ്പോഴും പറയാറുണ്ട് 2 ദിവസം ഷാമ്പു ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടും. ചിലർക്ക് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന രീതിയുണ്ട്. സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ് തന്നെയുണ്ട്. അപ്പം എന്താണ് ഏത് രീതിയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം സ്കിന്നെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും ആ പ്രശ്നം മാറില്ല. അതിനൊരു തെളിവ് കുറച്ച് തെളിവ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതിനകത്ത് സാധാരണ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തെളിവുകളിലൊന്നും ആവശ്യമില്ല. എന്നാലും കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ഞാൻ എവിടെ നിന്നാണ് ഇത് പറയുന്നത്, ഏത് അതോറിറ്റിയാണ്, ആരാണ് ഇതിൻ്റെ റിസർച്ച് ചെയ്തേക്കുന്നത്, പ്രൂവ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ ജേർണൽ ഓഫ് ഡെർമറ്റോളജി. അവിടെ വന്നേക്കുന്നൊരു റിസർച്ച് സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്, ഗട്ട് മൈക്രോബയോം ഇൻ ഡെർമറ്റോളജി എ നറേറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗട്ട് മൈക്രോബയോമും സ്കിന്നുമായിട്ടുള്ള കണക്ഷൻ എന്താ എന്നുള്ളത്. അതിൻ്റെ ഒരു സ്റ്റഡിയാണ്. അതായത് ഇത് ലേറ്റസ്റ്റ് ആണ്, 2024 കാര്യമാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് കാര്യങ്ങൾ നോക്കിയെങ്കിലേ കാര്യമുള്ളൂ. 2024 അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺക്ലൂഷൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്ബയോസിസ് പ്ലേസ് എ റോൾ ഇൻ മെനി ഡെർമറ്റോളജിക്കൽ ഡിസീസസ് ലൈക്ക് എറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ്, ആക്നെ, റൊസേഷ്യ എന്നൊക്കെ പറഞ്ഞു. അതായത് പല തരം സ്കിൻ കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെർമറ്റൈറ്റിസ് അറിയാം, സ്കിന്നിൻ്റെ പ്രശ്നം. എക്സിമ അറിയാം, നമ്മളിങ്ങനെ എക്സിമ ഉള്ള ഭൂരിഭാഗം ആളുകളുണ്ട്, അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. സോറിയാസിസ്, കാരണം ഇപ്പോഴും സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ഈ പുതിയ ഡെർമറ്റോളജിയിൽ, അതേപോലെ മോഡേൺ മെഡിസിനിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും സ്കിൻ കണ്ടീഷനുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അത്രയും മാത്രമല്ല, ഇന്നത്തെ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ആൻഡ് മെനി അതർ സിസ്റ്റമിക് കണ്ടീഷൻസ് ലൈക്ക് ഒബേസിറ്റി, ഡയബറ്റീസ്, ന്യൂറോളജിക്കൽ ഡിസീസസ് ആൻഡ് മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള കെൽപ്പുള്ള ആൾക്കാരാണ് ഈ കുടലിലെ ബാക്ടീരിയകൾ, അതേപോലെ ഫംഗസ്, ഈ പറയുന്ന വൈറസുകളെല്ലാം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ വെറും ഒരു സോറിയാസിസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ കാര്യം ഫംഗസുമായിട്ടും ബാക്ടീരിയയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ പലരും പറയുകയാണ്, അയ്യോ ഇതെവിടെയാണ്, ഞങ്ങളിതിനെ കേട്ടിട്ടുള്ളൂ, ഞങ്ങൾ 5.5 കൊല്ലം പഠിച്ചതാണല്ലോ, ഞങ്ങൾ MD പഠിച്ചതാണല്ലോ, ഇതുവരെ ഞങ്ങളിങ്ങനെ ഒരു സയൻസ് കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം റിസർച്ചുകളിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന് ധാരണയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2024 വന്നൊരു സ്റ്റഡിയാണ്. ഇനി അടുത്ത സ്റ്റഡി പോകരുത്, ഇത് പബ്മെഡിൽ വന്നതാണ്.
ഇത് 2017 കുറച്ചുകൂടെ മുമ്പ് വന്നത്. ദ പോസിറ്റീവ് ബെനിഫിറ്റ് ഓഫ് ലാക്ടോബാസിലസ് പരാക്കസി ഇൻ ഹെൽത്തി വോളണ്ടിയേഴ്സ് വിത്ത് ദ മോഡറേറ്റ് ടു സിവിയർ ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ പ്രോബയോട്ടിക്സ് ചിലതരം ബാക്ടീരിയകൾ കുടലിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ താരൻ്റെ അളവ് കുറയാറുണ്ട്. ശരി, എന്തിനാണ് കുടലിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ താരൻ കുറയേണ്ട ആവശ്യം? താരനുള്ളത് തലയിലല്ലേ, മുടിയിലല്ലേ? പക്ഷേ കുടൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നു എന്നുള്ളത് ഓൾറെഡി വന്നേക്കുന്ന സ്റ്റഡിയാണ്. ഇതിപ്പോഴല്ല, ഒരു 8 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും പല ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ വരാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കുടലിലെ ഫംഗസോ കുടലിലെ ബാക്ടീരിയ ഇതെങ്ങനെയാണ് താരൻ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന രീതികളുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ അതായത് ഒരു റിസർച്ചുകളൊക്കെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടോപ്പ് 5 വരുന്ന ഒരു ജേർണലാണ് നേച്ചർ എന്ന് പറയുന്നത്. നേച്ചറിൽ വന്നേക്കുന്ന ഒരു സ്റ്റഡിയാണ് ഗട്ട് ഡിറൈവ്ഡ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് മോഡുലേറ്റ് സ്കിൻ ബാരിയർ ഇൻറ്റഗ്രിറ്റി ബൈ പ്രൊമോട്ടിംഗ് കെരറ്റിനോസൈഡ്സ് മെറ്റബോളിസം ആൻഡ് ഡിഫറൻസിയേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ 2023 ജനുവരിയിൽ വന്നൊരു സ്റ്റഡിയാണ്. അതായത് അതിനേക്കാളും കൂടുതൽ ഒത്തൻറ്റിക്കേഷൻ ആവശ്യമില്ല. ഇത് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ഗട്ട് മൈക്രോബയോം, ഇത് നമ്മുടെ ഫൈബറിനെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറ്റും. നമ്മുടെ ഫുഡിലുള്ള ഫൈബറിനെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറ്റും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് സ്കിന്നിൻ്റെ സെൽസിൻ്റെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൻ്റെ സെൽസിൻ്റെ ഹെൽത്ത് കൂട്ടാം, ഹെൽത്ത് കുറയ്ക്കാം, ഡാമേജ് വരുത്താം, അല്ലെങ്കിൽ സ്കിന്നെ ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കാം, പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഹോളിലുള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു 2-3 പേപ്പറെ കാണിച്ചുള്ളൂ. എത്ര ആയിരക്കണക്കിന് പേപ്പറുകളാണെന്നറിയോ ഒറ്റ കാര്യത്തിന് വേണ്ടിയുള്ളത്. അതായത് പല പിടിക്കണ്ട. ഇപ്പം സോറിയാസിസ് പോട്ടെ, ഡെർമറ്റൈറ്റിസ് പോട്ടെ, എക്സിമ പോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ലൈക്കൻ പ്ലാനസ്, എന്ത് സാധനം ആയിക്കോട്ടെ അതെല്ലാം സൈഡിൽ വെച്ചേരെ. വെറും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കുള്ള താരൻ്റെ കാര്യത്തിൽ വരെ ഈ ഒരു ബാക്ടീരിയക്കും ഫംഗസിനൊക്കെ ഇത്രയും റോൾ ഉണ്ടെന്ന് പറയുമ്പോൾ വിരയുടെ അളവ് കൂടിയാലും താരം കൂടും, വിരയുള്ള അളവ് കൂടിയാലും സ്കിൻ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ശരിക്കും റൂട്ട് കോസ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നോക്കണം. നമ്മളിപ്പോൾ ഒരു സ്കിന്നിന് ഒരു പ്രശ്നം വന്നു, ഇവിടെ നമ്മൾ ഓയിൻമെൻറ്റ് തൂത്തി, ഈ പ്രശ്നം കുറഞ്ഞു, കുറച്ച് ദിവസം കൊണ്ട് വീണ്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അത് വേറെ സൈഡിലായിരിക്കും. നമ്മളിപ്പോൾ ഷാമ്പു ഉപയോഗിച്ചു, താരൻ കുറഞ്ഞു, 100% കുറഞ്ഞു, ഒരു കൺഫ്യൂഷനില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വീണ്ടും വരികയാണ്. പക്ഷേ ആരും ഫോക്കസ് ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യുമ്പം എന്ത് കഴിക്കുമ്പോഴാണ് ഗട്ട് എന്ന് പറയുന്നത് അതിനെ ഡാമേജ് വരുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം കുടലിലെ ഫംഗസിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മധുരമാണ്. ഈ നമ്മൾ ഷുഗർ കണ്ടൻറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് ഗ്രോത്ത് കൂടും, വിരയുടെ ഗ്രോത്ത് കൂടും, ചീത്ത ബാക്ടീരിയ കൂടും. ഇത് കൂടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താരനിളവ് കൂടും. അപ്പം സിമ്പിൾ കാര്യമാണ്. അതിനകത്ത് പാല്, അതായത് ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യം, താരനുണ്ടോ, സ്കിൻ പ്രശ്നമുണ്ടോ, ഈ 3 കാര്യങ്ങൾ മാറ്റി വെക്കണം. 1 ഗോതമ്പ് മൈദ, ഗ്ലൂട്ടൻ ഇതിന് പറ്റത്തില്ല. 2 പാല്, ഒരു 1% പോലും പറ്റത്തില്ല. 3 പഞ്ചസാര, മധുരം. ഈ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുടലിനെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ ബാഡ് ബാക്ടീരിയകളെയും ഫംഗസിനെയും വൈറസ്, അതായത് വരെയൊക്കെ അളവ് കൂട്ടുകയും ചെയ്യും. ഇത് കൂടുന്നതനുസരിച്ച് വായിലൂടെ സ്മെല്ല് വരും, മൂക്കിലൂടെ സ്മെല്ല് വരും, സൈനസ് പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും, താരൻ്റെ അളവ് കൂടും. ഇതിൻ്റെ എക്സ്ട്രീം സാധനമാണ് സോറിയാസിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നേച്ചറിലെ സ്റ്റഡി വെച്ചാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ഈസി ആയിട്ടാണ് സോറിയാസിസ് പറയുന്നത്. കാരണം സ്കിന്നിൽ തൊടാതെ സ്കിൻ പ്രശ്നം മാറാൻ പറ്റും ഗട്ട് ട്രീറ്റ് ചെയ്ത്. 80% സോറിയാസിസും വരുന്നത് ഗട്ടിലെ കുടലിലെ ഈ പറയുന്ന ഫംഗസും ബാക്ടീരിയയും പാരസൈറ്റും ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു താരൻ എന്ന് പറഞ്ഞാൽ മാത്രം ഒരു പ്രശ്നം ഒരാൾക്ക് വരത്തില്ല. അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. താരൻ്റെ കൂടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈനസ് പ്രശ്നങ്ങൾ, സിവിയർ സൈനസ് പ്രശ്നങ്ങളെല്ലാം ഫംഗലാണ്. വൈറ്റ് ഡിസ്ചാർജ്, സ്ത്രീകളിൽ വരുന്ന വെള്ളപ്പോക്കിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഡിപ്രഷൻ, നമുക്ക് എന്താ പറയുക, ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറുന്ന കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ സോറിയാസിസ് കണ്ടീഷൻ വരുന്നുണ്ട്, എക്സിമ കണ്ടീഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന നഖത്തിനെല്ലാം ഡാമേജ് വരും. ഈ നഖത്തിന് ഒരുമാതിരി മഞ്ഞ കളറ്, വെള്ള കളറ്, നഖം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതികൾ, കുഴിനഖം പ്രശ്നങ്ങൾ, ഇതെല്ലാം കുടലിലെ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും കാര്യങ്ങളുമായിട്ട് കണക്റ്റഡാണ്. പിന്നെ ഞാൻ നേരത്തെ റിസർച്ച് പേപ്പർ കാണിച്ചില്ലേ, ക്യാൻസർ ഉണ്ടാക്കാൻ വരെ സാധ്യതയുള്ള സാധനമാണ്. ഡയബറ്റീസ്, പ്രമേഹത്തിന് സാധ്യതയുള്ള സംഭവമാണ്. ഒബേസിറ്റി, അതായത് ഈ പറയുന്ന വണ്ണമുള്ള ഒരാളുടെ മലം എടുത്തേച്ച് നോർമലായിട്ടിരിക്കുന്ന എലിക്ക് കൊടുത്തപ്പോഴത്തേനും ആ നോർമൽ എലിയും വണ്ണം വെക്കാൻ തുടങ്ങി. അതായത് ഈ മൈക്രോബയോമാണ് ഇതിനകത്ത് ഇത് വരുത്തുന്നത്. അപ്പം ഏതൊരു കാര്യത്തിന്, അതായത് ഈ ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ പുതിയ സംഭവങ്ങൾ വരുന്നതിൻ്റെ കാര്യമേ ഇതാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടലിലെ ഹെൽത്തിന് എവിടെയെങ്കിലും ഒരു പണി കിട്ടിയോ അത് ആദ്യം ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കാൻ തുടങ്ങും. അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ
ഈ താരൻ. ഈ ഡാൻഡ്രഫ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കുടൽ ട്രീറ്റ് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് അത് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആ പ്രശ്നവും മാറത്തില്ല, പുതിയ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ്. ഈ സയൻസ് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്താലേ നമുക്കൊരു പെർമനൻറ്റ് ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പം തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇതാണ് തെളിവ്. ഇതുപോലെ തെളിവ് എന്താണ്? എനിക്ക് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടരുത്. കാരണം അതൊരു 10-60 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. ഇനി റിസർച്ചുകൾ കുറേ നാൾ കഴിഞ്ഞേച്ച് പിന്നെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ വന്ന് ബാക്കിയുള്ള ഡോക്ടർമാരെല്ലാം അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യത്തെ ഏകദേശം തീരുമാനമായി വരും. കാരണം നമ്മുടെ നല്ല പ്രായം നല്ല സമയങ്ങളെല്ലാം പോകും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കണം, താരൻ ട്രീറ്റ് ചെയ്യേണ്ടത് തലയിലല്ല, അല്ലെങ്കിൽ മുടിയിലല്ല, സ്കാൽപ്പിലല്ല, കുടലിലാണ്. കുടലിലെ ബാക്ടീരിയയും വൈറസും ഫംഗസും വരെയും ഒക്കെയാണ് നമുക്ക് താരൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിനുള്ള ഒരു തെളിവെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.